സമാനതകളില്ലാത്ത ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച ഒരാഴ്ചയാണ് കടന്നുപോയത്. വയനാട്ടിലെ മുണ്ടക്കയത്തും ചൂരൽമലയിലും മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് നമുക്ക് ഈ ഒരാഴ്ച തുടങ്ങാം. ഒരാഴ്ചയിൽ നടന്ന വാർത്താ ചിത്രങ്ങളിലൂടെ ഒരു തിരിഞ്ഞോട്ടം. നമസ്കാരം, വാരാന്ത്യ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന തലക്കെട്ടുകളിലൂടെ. സ്റ്റെപ്പ് വിത്ത് ദ മേയർ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ലക്ഷ്യം പഠനത്തിൽ മിടുക്കരായ വിദ്യാർത്ഥികളെ ചേർത്ത് നിർത്തുക. പുതുതലമുറ ആയോധന കല അഭ്യസിക്കേണ്ടതുണ്ടെന്ന് KP മോഹനൻ. സന്ദർഭോചിത ഇടപെടലിന് ഇത് ഉപകരിക്കും. റേഡ്കോ ഓണക്കെറ്റ് ജില്ലാതല ഉദ്ഘാടനം നടന്നു. ആദ്യ ഓർഡർ സ്വീകരിച്ച് അഡ്വക്കേറ്റ് AM ഷൻസീർ. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച ഈ ഒരാഴ്ച മുണ്ടക്കയവും ചൂരൽമലയും വയനാടിന്റെ ഭൂപടത്തിൽ നിന്നും ഏതാണ്ട് മാഞ്ഞുപോയ അവസ്ഥ. മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടും അപകടത്തിൽപ്പെട്ടവരെ കൊണ്ടും ആംബുലൻസുകൾ തലങ്ങും വിലങ്ങും. അവശ്യ സാധനങ്ങൾ കൂട്ടുപെരുക്കി ജില്ലാ പഞ്ചായത്തും കോർപ്പറേഷനും വയനാട്ടിലേക്ക്. മഴയിൽ ദുരിതമിരട്ടിച്ച് മുണ്ടേരി സ്വദേശികൾ. ഗതാഗത യോഗ്യമായിരുന്ന റോഡും പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിൽ. എടക്കാട് ബ്ലോക്കിന്റെ നാളികേര സംസ്കരണ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ വാരിയേഴ്സിന്റെ ലോഗോ ജേഴ്സി പ്രകാശനം ചെയ്തു. കേരളത്തിലെ മറ്റു സംസ്ഥാനങ്ങളിലുമുള്ള കളിക്കാർക്ക് ഇത് സുവർണാവസരം. നോക്കാം വിശദമായ വാർത്തകൾ. കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ പരിധിയിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥികൾക്കായി IIM ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന സ്റ്റെപ്പ് വിത്ത് ദ മേയർ പദ്ധതിയുടെ പ്രഖ്യാപനം മേയർ മുസ്ലിം മഠത്തിൽ നടത്തി. പഠിക്കാൻ മിടുക്കരായ വിദ്യാർത്ഥികളെ ചേർത്ത് പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കണ്ണൂർ കോർപ്പറേഷൻ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഓരോ സ്കൂളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 2 വിദ്യാർത്ഥികൾക്ക് അക്കൗണ്ടിംഗ് കോഴ്സ് സൗജന്യമായി നൽകുന്നതാണ് പദ്ധതി. വിദ്യാഭ്യാസ രംഗത്ത് മത്സരം വർദ്ധിക്കുന്ന ഇന്നത്തെ കാലത്ത് ഓരോ സ്കൂളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 2 വിദ്യാർത്ഥികൾക്കാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി, കോസ്റ്റ് അക്കൗണ്ടൻസി കോഴ്സുകളിൽ സൗജന്യ പരിശീലനം നൽകുന്നത്. അതോടൊപ്പം താൽപര്യമുള്ള മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് മുഖേനയും അവസരം നൽകുന്നതാണ്. ലോകത്തെവിടെ ചെന്നാലും ജോലി സാധ്യതയുള്ള കോഴ്സുകൾ പഠിച്ച് കുട്ടികളെ ജീവിത ലക്ഷ്യം നേടാൻ സഹായിക്കുക എന്നതാണ് പദ്ധതിയുടെ ആത്യന്തിക ലക്ഷ്യമെന്ന് മേയർ പറഞ്ഞു. എല്ലാ മേഖലകളിലും അവസരം ലഭിക്കുന്ന കോഴ്സാണ് അക്കൗണ്ടൻസി. ഈ മേഖലയിലെ താൽപര്യമുള്ള കുട്ടികളെ എത്തിക്കുന്നതിന് സഹായിക്കുകയാണ് ഇതുവഴി ചെയ്യുന്നത്. കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ അനുയോജ്യമായ തൊഴിൽ മേഖലകൾ കണ്ടെത്തുന്നതിന് അന്താരാഷ്ട്ര തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുന്നതിനും കോർപ്പറേഷൻ തയ്യാറെടുക്കുകയാണെന്ന് മേയർ കൂട്ടിച്ചേർത്തു. കോർപ്പറേഷന്റെ അഭിമാന പദ്ധതിയായി ഇത് മാറുമെന്നും മറ്റ് മേഖലകളിലേക്ക് നൽകുന്ന അതേ പ്രാമുഖ്യം വിദ്യാഭ്യാസ തൊഴിൽ മേഖലകൾക്ക് കോർപ്പറേഷൻ നൽകുന്നുണ്ടെന്നും ആശംസകൾ അർപ്പിച്ച് സ്ഥിരം സമിതി അധ്യക്ഷന്മാരും പറഞ്ഞു. ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് P ഇന്ദിര അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അംഗങ്ങളായ PK രാഗേഷ്, VK ശ്രീലത, സിയാദ് തങ്ങൾ, ഷാഹിന മൊയ്തീൻ, മുൻ ഡെപ്യൂട്ടി മേയർ ഷബീന ടീച്ചർ, കൂക്കിരി രാജേഷ്, രവീന്ദ്രൻ T, N ഉഷ എന്നിവർ സംസാരിച്ചു. കൌൺസിലർമാരായ അഷ്റഫ് ചിറ്റുള്ളി, പ്രകാശൻ പയ്യനാടൻ, ഉബൈബ കൌലത്ത് എന്നിവരും പങ്കെടുത്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P ഷമീമ ടീച്ചർ, IAM കണ്ണൂർ ബ്രാഞ്ച് ഹെഡ് ഇജാസ് എന്നിവർ പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്കായി കരിയർ ഓറിയന്റൻസ് ക്ലാസ് IAM ഡയറക്ടർ മുഹമ്മദ് സാലി നേതൃത്വം നൽകി. വിദ്യാർത്ഥികൾക്കായുള്ള കരിയർ ഓറിയന്റേഷൻ ക്ലാസിന് IMA ഡയറക്ടർ മുഹമ്മദ് സാലിം നേതൃത്വം നൽകി. പുതിയ തലമുറയെ ആയോധന കല പരിചയപ്പെടുത്താനും പരിശീലിപ്പിക്കാനും നമുക്ക് സാധിക്കണമെന്ന് KP മോഹനൻ MLA പറഞ്ഞു. സ്പോർട്സ് കളരിപ്പയറ്റ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രവർത്തക സംഗമം കാടാച്ചിറ കോട്ടൂർ ജ്യോതിസ് കളരി സംഘം ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കളരി പോലുള്ള ആയോധന കല പരിശീലിച്ചാൽ സന്ദർഭോചിതമായി പെരുമാറാൻ കുട്ടികൾ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. നമുക്ക് നേരെ വരുന്ന ഒരു പ്രതിസന്ധിയെ നേരിടാനും അതിൽ നിന്നും മുക്തമാകാനും ആയോധന കല പഠിക്കുന്നതിലൂടെ സാധിക്കുമെന്നും KP മോഹനൻ പറഞ്ഞു. നല്ല രീതിയിൽ തന്നെ ആദ്യം 5 മണിക്കാണ് കളരിയിലെത്തും. കളരിയിലെത്തിയാൽ അവിടെ നിന്ന് മുമ്പോട്ട് പുറപ്പെട്ട് കഴിഞ്ഞാൽ 1 മണിക്കൂർ കഴിഞ്ഞാലാണ് അഭ്യാസങ്ങൾ ആരംഭിക്കുക. അവർ നമുക്ക് ചാടിക്കടിച്ച് വന്ന് നേർന്ന് എടുത്ത് വരത്ത് എന്നൊക്കെ പറഞ്ഞു. അപ്പം അത് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ആവേശം ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ നേരെ പോയി ചാടി കുളിച്ച് ഒരു സമൂസോട്ടൊക്കെ അടിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുക. വീട്ടിലെത്തിയപാട് ശുദ്ധ കാപ്പി ഉണ്ടാവുക, കാപ്പി വിടണം. അത് കഴിച്ചാൽ നമുക്ക് നല്ലൊരു ഉഷാറ് കിട്ടും. ഞാൻ പറയാനുള്ള കാരണം നമ്മുടെ കുട്ടികളെ മുഴുവനും ആയോധന കലയിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നും നമ്മുടെ ശരീരം നല്ല ഫ്ലെക്സിബിളാണ്. ഞാനിപ്പോഴും നിർത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞാനിപ്പോഴും ചെയ്യുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റ് ചർക്കലിലാണ് ചെയ്യുന്നത്. ഒരു പ്രത്യേക രീതിയിലുള്ള അഭ്യാസമാണ്. അപ്പോൾ അത് ചെയ്യും. 4:45 എഴുന്നേറ്റ് 5:10 വരെ അത് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഒരു ദിവസം പരിപാടിയിലേക്ക് ഉണ്ടാകും. അത് നമുക്ക് ജീവിതത്തിൽ ഒരു വഴികാട്ടിയായിട്ട് പോകണം. ഇത് നമ്മൾ എല്ലാവരെയും എത്തിക്കണം. ഇതേ കളരിപ്പയറ്റ് എന്ന് പറഞ്ഞാൽ കുറേ ആയുധങ്ങളും കാര്യങ്ങളും എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പയറ്റ് പഠിക്കും. ഇപ്പോഴത്തേക്ക് ഒരു മോഡേണൈസ് ആയിട്ടില്ല. പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. കൈലോക്കത്തിന് നല്ല ഒരുപാട് ആളുകളുണ്ട്.
വിദ്യാഭ്യാസ കാലത്ത് തനിക്കുണ്ടായ ഒരനുഭവം കഥയിലൂടെ വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു KP മോഹനന്റെ പ്രസംഗം തുടങ്ങിയത്. 14 വയസ്സുവരെ താൻ കളരി അഭ്യസിച്ചിട്ടുണ്ടെന്നും 15-ാം വയസ്സിൽ തിരുവനന്തപുരത്ത് പഠനാവശ്യത്തിന് പോവുകയായിരുന്നുവെന്നും അവിടെ ജഗതി NK ആചാര്യായിരുന്നു അധ്യാപകനെന്നും അദ്ദേഹം ഓർത്തെടുത്തു. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ലാസ്സിലെ ഒരു പെൺകുട്ടിയെ ശ്രീകുമാർ എന്ന വിദ്യാർത്ഥി കോമ്പസ് കൊണ്ട് കുത്തുകയും ഉപദ്രവിക്കുകയും ചെയ്ത കഥ വിദ്യാർത്ഥികളുമായി KP മോഹനൻ പങ്കിട്ടു. സ്വാഗത സംഘം ചെയർമാൻ കോട്ടൂർ പ്രകാശൻ ഗുരുക്കൾ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ M. ജയകുമാർ ഗുരുക്കൾ മുഖ്യപ്രഭാഷണം നടത്തി. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KV ജയരാജൻ, കടമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമവല്ലി എന്നിവർ വിശിഷ്ട അതിഥികളായിരുന്നു. TK ബാബു, P. മോഹനൻ ഗുരുക്കൾ, പോക്കുട്ടി ഗുരുക്കൾ, സുരേന്ദ്രൻ ഗുരുക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. സ്വാഗത സംഘം ചെയർമാൻ കോട്ടൂർ പ്രകാശൻ ഗുരുക്കൾ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ M. ജയകുമാർ ഗുരുക്കൾ മുഖ്യപ്രഭാഷണം നടത്തി. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KV ജയരാജൻ, കടമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമവല്ലി എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. TK ബാബു, P. മോഹനൻ ഗുരുക്കൾ, പോക്കുട്ടി ഗുരുക്കൾ, സുരേന്ദ്രൻ ഗുരുക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. ഭാരവാഹികളായി KP മോഹനൻ MLA പ്രസിഡന്റായും വർക്കിംഗ് പ്രസിഡന്റായി പ്രദീപൻ തൈക്കണ്ടിയെയും വൈസ് പ്രസിഡന്റുമാരായി ഉമേഷ് ഗുരുക്കൾ, ഉദ്ദേശ് ഗുരുക്കൾ എന്നിവരെയും സെക്രട്ടറിയായി കോട്ടൂർ പ്രകാശൻ ഗുരുക്കളെയും ജോയിന്റ് സെക്രട്ടറിമാരായി P. മോഹനൻ ഗുരുക്കളെയും ശ്രീജിത്ത് ഗുരുക്കളെയും ട്രഷററായി V. പ്രസാദ് ഗുരുക്കളെയും തെരഞ്ഞെടുത്തു. റേഡ്കോയുടെ ഓണക്കിറ്റിന്റെ ജില്ലയിലെ ആദ്യ ഓർഡർ സ്വീകരിക്കൽ വലിയ വെളിച്ചം മരിയൻ അപ്പാരൽസിൽ നടന്നു. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AM ഷംസീർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ റെയ്ഡ്കോ ചെയർമാൻ M. സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പൊതുവിപണിയിലെ വിലക്കയറ്റം തടയാൻ റെയ്ഡ്കോ ഇടപെടൽ മാതൃകാപരമാണെന്ന് സ്പീക്കർ പറഞ്ഞു. റെയ്ഡ്കോ CEO രതീശൻ ആദ്യ ഓർഡർ സ്വീകരിച്ചു. മരിയൻ അപ്പാരൽസിൽ നിന്നുമാണ് ആദ്യ ഓർഡർ ലഭിച്ചത്. സംസ്ഥാന തലത്തിൽ 2 ലക്ഷം ഓണക്കിറ്റുകളാണ് റെയ്ഡ്കോ വിൽപ്പനക്കായി ഒരുക്കിയിരിക്കുന്നത്. A. സിജിൻ, MK രാകേഷ് എന്നിവർ സംസാരിച്ചു. മഴയിൽ ദുരിതമിരട്ടിച്ച് മുണ്ടേരി സ്വദേശികൾ. മഴവെള്ളം കുത്തിയൊലിച്ച് റോഡ് ഉപയോഗശൂന്യമായതോടെയാണ് ഇവർ ദുരിതത്തിലായത്. റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം 10ഓളം വീട്ടുകാരാണ് ദുരിതമനുഭവിക്കുന്നത്. മുണ്ടേരി കുടുക്കിമൊട്ട റോഡിൽ മീൻകടവ് റോഡിന് സമീപം KP ഗോപാലൻ മാസ്റ്റർ റോഡിൽ 10ഓളം വീട്ടുകാർ ഉപയോഗിക്കുന്ന 25 വർഷത്തോളം പഴക്കമുള്ള 200 മീറ്ററോളം നീളമുള്ള വെളിച്ചപ്പാടൻ റോഡാണ് മഴ പെയ്യുന്നതോടെ വെള്ളം കുത്തിയൊലിച്ച് കാൽനട യാത്രയോ വാഹന യാത്രയോ പറ്റാത്ത വിധം ദുരിതമാക്കുന്നത്. റോഡിന്റെ ശോചനീയാവസ്ഥ ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചതായും യാതൊരു നടപടിയും കൈക്കൊണ്ടില്ലെന്നും ക്യാൻസർ രോഗിയടക്കമുള്ള വീട്ടുകാർ വളരെ ബുദ്ധിമുട്ടിലാണെന്നും വാഹനം റോഡിൽ താഴ്ന്നത് മാറ്റാൻ പോലും ആകാത്ത അവസ്ഥയാണെന്നും പരിസരവാസികൾ പറഞ്ഞു. ഇപ്പം 2 ദിവസം മുന്നേ എൻ്റെ വണ്ടി തന്നെ ഇത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. പഞ്ചായത്തിൽ നിന്നുള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ല. ടാർ ചെയ്യുക, കോൺക്രീറ്റ് ഒന്നും കറക്റ്റൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അപ്പുറത്തെ വഴിയിലൂടെ ഇങ്ങോട്ടേക്ക് വരേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ റോഡ് അടുത്തൊരു സ്വകാര്യ വ്യക്തി പോസ്റ്റ് മാറ്റാൻ വിടാതെ കാരണം ഇവിടുത്തെ 10-15ഓളം വീട്ടുകാർ വളരെ ദുരിതത്തിലാണ്. പിന്നെ അടുത്തൊരു ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ട്. അവർക്കൊന്നും ഇതുവഴി പോകാനിപ്പോൾ പറ്റുന്നില്ല. 2 ദിവസമായിട്ട് ഇതേ അവസ്ഥ തന്നെയാണ്. പിന്നെ മഴ വന്നാൽ ഈ റോഡ് യാത്രക്ക് ഉപയോഗപ്പെടാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഉള്ളത്. ഇവിടെ റോഡ് അമർന്നു പോകുന്ന ഒരവസ്ഥ കാരണം ഇപ്പോൾ വണ്ടി വരെ ഇവിടെ തങ്ങിയിട്ടുള്ള ഈ വണ്ടി എടുക്കണ്ടെങ്കിൽ വേറൊരു വണ്ടി കൊണ്ടുവന്നിട്ടോ അല്ലെങ്കിൽ ട്രെയിൻ ഉപയോഗിച്ചിട്ടോ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ വണ്ടി ഇവിടെ ബ്ലോക്ക് ആയത് കാരണം സ്കൂളിൽ പോകുന്ന കുട്ടികളോ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ അപ്പുറത്തെ റോഡ് വഴിയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ ആ റോഡിൽ ഒരു പോസ്റ്റാണ് തടസ്സമായിട്ടുള്ളത്. അത് മാറ്റുകയാണെങ്കിൽ അവിടെ യാത്രായോഗ്യമാക്കാൻ പറ്റും. പക്ഷെ അതും പഞ്ചായത്തിലേക്ക് അറിയിച്ചിട്ടുണ്ട്. ഇതുവരെ അതിനും ഒരു തീരുമാനമൊന്നും വന്നിട്ടില്ല. ഈ റോഡിലേക്ക് പ്രവേശിക്കുന്ന മറ്റൊരു വഴിയിൽ റോഡിന് നടുവിലായുള്ള ഇലക്ട്രിക് പോസ്റ്റ് മാറ്റി സ്ഥാപിക്കുന്നതിന് സ്വകാര്യ വ്യക്തി തടസ്സം ഉന്നയിക്കുന്നതായും ആരോപണമുണ്ട്. എത്രയും പെട്ടെന്ന് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് നിരവധി വീട്ടുകാരും ആവശ്യപ്പെടുന്നത്. വാരാന്ത്യത്തിൽ ഇനിയൊരു ഇടവേള. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc ഇൻ ഫാഷൻ ഡിസൈനിങ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്.
പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനർ ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD, എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. വയനാട്ടിൽ നിന്നും വന്നെത്തുന്നത് ഉള്ളുലയിക്കുന്ന മരണവാർത്തകൾ തന്നെയാണ്. കനത്ത മഴയിൽ രക്ഷാപ്രവർത്തനവും ദുഷ്കരമായി തുടരുകയാണ്. കണ്ടുകിട്ടുന്ന മൃതദേഹങ്ങൾ പലതും അപൂർണമാണ്. ആശുപത്രികളിലെല്ലാം നിറഞ്ഞ അവസ്ഥയാണ്. മന്ത്രിമാരും രാഷ്ട്രീയ പ്രമുഖരും സന്നദ്ധ സേവകരും എല്ലാം വയനാട്ടിലെത്തി. അവശ്യ സാധനങ്ങളുമായി നിരവധി സ്ഥലങ്ങളിൽ നിന്നുമാണ് വാഹനങ്ങൾ വയനാട്ടിലേക്ക് തിരിച്ചിട്ടുള്ളത്. പച്ചപ്പും പ്രകൃതി ഭംഗിയും ടൂറിസം സ്പോട്ടുകളെല്ലാമായി വയനാടിനെ കേരള ഭൂപടത്തിൽ അടയാളപ്പെടുത്തി വച്ചിരിക്കുകയായിരുന്നു. ദിനംപ്രതി നിരവധി ആളുകൾ വന്നുപോകുന്ന കേന്ദ്രങ്ങളുമായി. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രയും വയനാടിനെ രേഖപ്പെടുത്തിയത് ചോര കൊണ്ടായിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് ഒരു ഗ്രാമത്തിനെയാകെ നക്കിത്തുടച്ച മഹാപ്രളയത്തിലായിരുന്നു. ഉറങ്ങാൻ കിടന്ന മനുഷ്യനെ ദുരന്തജലവും ഉലഞ്ഞ മണ്ണും ചേർത്ത് വലിച്ചിഴച്ചു കൊണ്ടുപോയത് മൂന്നാം നാൾ. ദുരന്തമുഖത്ത് കണ്ണുനീർ പൊടിയാത്ത ഒരു കണ്ണും കാണാനാവാത്ത നിമിഷങ്ങൾ. ഉറ്റവരെ ഉടയവരെ തേടി തലങ്ങും വിലങ്ങും അലയുന്ന മനുഷ്യർ. രക്ഷാപ്രവർത്തനത്തിന് ദുർഘടമായി മഴയും കാലാവസ്ഥയും ഒരുപോലെ ഉറഞ്ഞുതുള്ളുകയാണ്. തലേനാൾ വരെയും സന്തോഷത്തോടെ ഉറങ്ങാൻ കിടന്ന മനുഷ്യനുമേൽ പ്രകൃതിയുടെ സംഹാര താണ്ഡവം. സമ്പാദ്യവും പ്രിയപ്പെട്ടവരും സ്വന്തം കൈക്കുമ്പിളിൽ നിന്നും ഊർന്നു പോകുന്ന കാഴ്ച നോക്കി നിന്ന് പ്രിയപ്പെട്ടവർ. ഏതൊരുവനും ഹൃദയം തകർന്നാണ് വയനാട്ടിൽ ഇപ്പോൾ നിലകൊള്ളുന്നത്. ചെളിപുതഞ്ഞ വീടുകൾ, കടവരാന്തകൾ, ആശുപത്രികൾ, മലവെള്ളം നക്കി തുടയ്ക്കാത്ത ഒരിടവും അവിടെയില്ല. ചെളിയിൽ പുതഞ്ഞ പല ജീവനുകളും രക്ഷാപ്രവർത്തകന്റെ കാലൊച്ചയ്ക്കായി കാത്തിരുന്ന നിമിഷങ്ങൾ. മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങൾ തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥ. ഇരുൾ കവർന്നത് ഒരു വിദ്യാലയം ഉൾപ്പെടെ കുറേയധികം പിഞ്ചുദേഹങ്ങളെ കൂടിയാണ്. ഓരോ ചില്ലറത്തൊട്ടുകളും കൂട്ടിവെച്ച് നാളേക്കുള്ള സമ്പാദ്യത്തിനായി കാത്തുവെച്ചതും മണ്ണ് കൊണ്ടുപോയി. പല കോണുകളിൽ നിന്നും സുമനസുകൾ ഭക്ഷണമായും വസ്ത്രമായും പണമായും ശേഖരിച്ചയക്കുന്ന കാഴ്ചകളാണ് പിന്നീട് മലയാളികൾ കണ്ടത്. സൈന്യവും സന്നദ്ധ സംഘടനകളും സാധാരണ മനുഷ്യരും കൈമേയ് മറന്ന് അഹോരാത്രം ഒരു ജീവനെയെങ്കിലും തിരികെ പിടിക്കാനുള്ള തത്രപ്പാടിലാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വിറങ്ങലിച്ച കുഞ്ഞു മനസ്സുകളെയും സർവവും നഷ്ടപ്പെട്ട് ഇനി എന്ത് എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചുപോയ കുറേയേറെ മനുഷ്യരെയും നമുക്ക് ചേർത്തു പിടിക്കേണ്ടതുണ്ട്. അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. വയനാടിനെ വീണ്ടും പച്ച പുതപ്പിക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. വയനാട് ഉരുൾപൊട്ടൽ ദുരിതാശ്വാസ ക്യാമ്പിൽ ഉള്ളവരെ സന്ദർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോഗ്യമന്ത്രി വീണ ജോർജും. കോട്ടനാട് ഗവൺമെന്റ് UP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ച് ക്യാമ്പിലുള്ളവർക്ക് ആശ്വാസം പകരുകയായിരുന്നു മന്ത്രിമാർ. ക്യാമ്പിൽ കഴിയുന്നവരുടെ സ്വകാര്യത ഉറപ്പുവരുത്തുമെന്നും 4 മന്ത്രിമാർക്ക് ചുമതല നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പുനരധിവാസം ഫലപ്രദമായി നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രധാന ശ്രദ്ധ രക്ഷാപ്രവർത്തനത്തിലാണ്. തൽക്കാലം ആളുകളെ ക്യാമ്പിൽ താമസിപ്പിക്കും. പുനരധിവാസ പ്രക്രിയയ്ക്ക് ഫലപ്രദമായ നടപടി സ്വീകരിക്കും. ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇനിയും തുടരും. വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്നുള്ളവരുടെ സ്വകാര്യത സൂക്ഷിക്കാനാവും വിധം ക്യാമ്പുകൾ ക്രമീകരണം ഏർപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ക്യാമ്പിനകത്ത് കുടുംബാംഗങ്ങൾക്ക് മാത്രമായിരിക്കും പ്രവേശനം. ക്യാമ്പിനകത്ത് താമസിക്കുന്നവരെ കാണാൻ പോകുന്നവർക്ക് സംസാരിക്കാൻ ഒരു പൊതു സൗകര്യം ഒരുക്കും. ക്യാമ്പിനകത്ത് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും നല്ല നിലയിൽ പ്രവർത്തിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദുരിതാശ്വാസത്തിന് നേരിട്ട്
കൈനീട്ട് സഹായവുമായി ആരും വരരുതെന്നും അത് സ്വീകരിക്കാനാവില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് തടസ്സമുണ്ടാകില്ല. കുട്ടി എവിടെയാണോ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ വിദ്യ നൽകാനാവും. പെട്ടെന്ന് സ്കൂളിലേക്ക് പോകാനാവില്ല. മാനസികാഘാതം പ്രതീക്ഷിക്കാവുന്നതിനും അപ്പുറമാണ്. എല്ലാവർക്കും കൌൺസിലിംഗ് നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൂടുതൽ പേരെ ദൌത്യത്തിന്റെ ഭാഗമാക്കും. ആദിവാസി കുടുംബങ്ങളെ വനത്തിൽ നിന്നും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അവർ അതിന് തയ്യാറാവാത്തതാണ് പ്രധാന കാരണം. അവർക്കുള്ള ഭക്ഷണം എത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ബെയിലി പാലം നിർമ്മാണം പൂർത്തിയാകുന്നതോടെ യന്ത്രങ്ങളടക്കം എത്തിച്ച് രക്ഷാപ്രവർത്തനം ഊർജിതമായി നടത്തുമെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. വയനാട്ടിൽ സർവകക്ഷി യോഗത്തിനും മന്ത്രിസഭാ യോഗത്തിനും ശേഷം ക്യാമ്പിൽ സന്ദർശനം നടത്തി സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വയനാട്ടിലേത് മഹാദുരന്തമാണ്. പകർച്ചവ്യാധി തടയാൻ എല്ലാവരുടെയും സഹകരണം ആവശ്യമാണെന്ന് ആരോഗ്യമന്ത്രിയും അറിയിച്ചു. ആരോഗ്യവകുപ്പുകൾ മുന്നറിയിപ്പുകൾ അംഗീകരിക്കണം. മൃതദേഹം തിരിച്ചറിയാനുള്ള സ്ഥലത്ത് ആളുകൾ തള്ളിക്കയറരുത്. ചത്ത മൃഗങ്ങളെയും കൃത്യമായി സംസ്കരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 12 മന്ത്രിമാർ വയനാട്ടിലുണ്ട്. എല്ലാവരും ഇവിടെ തുടരുന്നത് പ്രായോഗികമല്ല. റവന്യൂ, വനം, ടൂറിസം, SC/ST മന്ത്രിമാർ അടങ്ങുന്ന മന്ത്രിസഭാ ഉപസമിതി ഇവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുമെന്നും ശ്രീറാം സാംബശിവ റാവു പ്രത്യേക ഉദ്യോഗസ്ഥനായി തുടരുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. വയനാട് സന്ദർശനത്തിനായി രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും എത്തി. ഡൽഹിയിൽ നിന്നും കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിയ രാഹുൽ ഗാന്ധിയും സഹോദരി പ്രിയങ്ക ഗാന്ധിയും റോഡ് മാർഗമാണ് വയനാട്ടിലേക്ക് തിരിച്ചത്. ഉരുൾപൊട്ടൽ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും സാധ്യമായ കാര്യങ്ങളൊക്കെയും ചെയ്യാനുമാണ് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിനായാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും സഹോദരി പ്രിയങ്ക ഗാന്ധിയും കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയത്. ഡൽഹിയിൽ നിന്നുമാണ് ഇരുവരും വന്നിട്ടുള്ളത്. വ്യാഴാഴ്ച രാവിലെ 10 മണിയോടെയാണ് ഇരുവരും കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയത്. വൻ സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് രാഹുൽ ഗാന്ധി കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും പുറത്തിറങ്ങിയത്. ഇതിനുശേഷം റോഡ് മാർഗമാണ് വാഹനവ്യൂഹത്തിൽ വയനാട്ടിലേക്ക് തിരിച്ചത്. കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാൻ എത്തിയിരുന്നു. രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം തേടി മുൻനിര മാധ്യമങ്ങളുടെ പട തന്നെ വിമാനത്താവളത്തിൽ ക്യാമ്പ് ചെയ്തിരുന്നുവെങ്കിലും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. വയനാട്ടിലേക്കുള്ള അവശ്യ സാധനങ്ങളുമായി കോർപ്പറേഷന്റെ വാഹനം കോർപ്പറേഷൻ ഓഫീസിൽ നിന്നും പുറപ്പെട്ടു. മേയറും ജില്ലാ കളക്ടറും ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. ജില്ലാ കളക്ടർ അരുൺ കെ വിജയനും മേയർ മുസ്ലിഹ് മഠത്തിലും ചേർന്നാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. മേയറുടെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ ദിവസങ്ങളിൽ കടകളിൽ കയറി അവശ്യ സാധനങ്ങൾ ശേഖരിച്ചിരുന്നു. സാധനങ്ങൾ ശേഖരിക്കുന്നതിന് കോർപ്പറേഷൻ ഓഫീസിൽ പ്രത്യേക കളക്ഷൻ പോയിന്റും ആരംഭിച്ചിരുന്നു. പൊതുജനങ്ങൾക്കും സന്നദ്ധ സംഘടനകൾക്കും ആവശ്യങ്ങൾ കളക്ഷൻ പോയിന്റിൽ ഏൽപ്പിക്കാവുന്നതാണെന്നും മേയർ അറിയിച്ചു. എടക്കാട് ബ്ലോക്ക് കർഷക ഉൽപാദക സഹകരണ സംഘം നാളികേര സംസ്കരണ യൂണിറ്റിന്റെ ഉദ്ഘാടനം ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡിൽ കണിയന്നൂർ 3 സ്റ്റാർ ഫുഡ് പ്രൊഡക്ട്സിൽ വെച്ച് നടന്നു. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK പ്രേമിള ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ ഒരു 3 സ്റ്റാർ യൂണിറ്റ് കുറച്ച് മാസങ്ങളെ ഇവിടെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ച് പോകുന്നത്. നേരത്തെ സ്വാഗത ഭാഷകൻ പറഞ്ഞതുപോലെ നല്ല മനസ്സും അതുപോലെ നല്ലൊരു കൂട്ടായ്മയുണ്ടെങ്കിൽ മാത്രമേ ഇത്തരം സംരംഭങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, നമ്മൾ ഒട്ടനവധി സംരംഭങ്ങളും അതുപോലെ ഒരുപാട് യൂണിറ്റുകൾ തുടങ്ങിയെങ്കിലും ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളും കൊണ്ട് അവരുടെ ആ ഒരു എന്താ പറയണ്ടേ തമ്മിലുള്ള പിണക്കങ്ങളും കാര്യങ്ങളും ഒരുപാട് യൂണിറ്റ് അന്യം നിന്നിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ വ്യത്യസ്തമായാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ്. പ്രസിഡന്റ് നേരത്തെ പറഞ്ഞു, നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ ഇതിനു വേണ്ടി നമ്മൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ചെമ്പിലോട് മാത്രമല്ല, മുണ്ടയിലായാലും മറ്റ് പഞ്ചായത്ത് നമ്മൾ ശ്രമിച്ചു. പക്ഷെ നമുക്ക് അനുയോജ്യമായ സ്ഥലം ഇവിടെ ഉള്ളത് നമ്മൾ അറിയുന്നില്ല. കുറച്ച് വൈകി അറിഞ്ഞത്. തീർച്ചയായും നമുക്ക് ഇവിടെ ഈ ഒരു സ്ഥാപനം സ്ഥാപിക്കാൻ പറ്റിയതിന് വളരെയധികം അഭിമാനമുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഓരോ കർഷകരും അതുപോലെ ഈ കൂട്ടായ്മയിലൂടെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കണമെന്ന് ഇതിൽ പറയാനുള്ളത്. ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. വ്യക്തിപരമായി കർഷകരെ സഹായിക്കുന്നതിനുപരി ഗ്രൂപ്പുകളെ ഉയർത്തിക്കൊണ്ട് പുതിയ മേഖലകളിലേക്ക് പ്രവേശിക്കുക എന്നതാണ് കാർഷിക മേഖലയിലെ പ്രതിസന്ധിയെ മറികടക്കാൻ ഏറ്റവും എളുപ്പമെന്ന് പദ്ധതി വിശദീകരണം നടത്തിക്കൊണ്ട് ആത്മ കണ്ണൂർ പ്രൊജക്ട് ഡയറക്ടർ A സുരേന്ദ്രൻ പറഞ്ഞു. നമ്മൾ വ്യക്തിപരമായിട്ട് ഒരു കർഷകനെ സഹായിച്ചതുകൊണ്ട് മാത്രം കാർഷിക മേഖലയെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കില്ല. ഗ്രൂപ്പുകളെ ഉയർത്തിക്കൊണ്ടുവരിക, ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്യുക, അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുതിയ മേഖലകളിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള കാർഷിക മേഖലയിലെ പ്രതിസന്ധി മറികടക്കാൻ ഏറ്റവും എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു പോയിന്റ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പലപ്പോഴും അത് ഉദ്ദേശിച്ച രീതിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല, വിൽപ്പന നടത്താൻ പറ്റുന്നില്ല, അഥവാ ഉള്ള സാധനം കെട്ടിക്കിടന്ന് നശിച്ചു പോകുന്നു, പത്രത്തിൽ റിപ്പോർട്ട് വരുന്നു, എല്ലാം വിഷമിച്ചിട്ട് അവസാനം കൊണ്ട് കുഴിയിലിട്ട് മൂടുന്നു. ഇതൊക്കെ നമ്മൾ കാണുന്നു. അതിൽ ഒരുപാട് ശാസ്ത്രീയ വിഷയങ്ങളുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരേ സമയത്ത് കുമ്പളങ്ങ മാത്രം ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് ആരാ വാങ്ങുക? അപ്പോൾ അതിനെ ഉൽപ്പാദിപ്പിച്ചെന്നിരിക്കുക, ആ സാധനം എവിടെ വെക്കണം? നമുക്ക് ഇതുപോലെയുള്ള സംരംഭങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ട് സ്റ്റോർ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകും. സ്റ്റോർ ചെയ്താൽ മാത്രം മതിയോ? ഈ കുമ്പളങ്ങയുടെ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിക്കണം. അത് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് വേറൊരു ഉൽപ്പന്നമാക്കിയിട്ട് കൊടുക്കാൻ പറ്റും.
അപ്പോൾ ആ നിലയിലേക്ക് സംവിധാനങ്ങൾ കാർഷിക മേഖലയുടെ രീതി മാറും. നമ്മുടെ എല്ലാ പഞ്ചായത്തായാലും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒക്കെ പദ്ധതികൾ ക്രമേണ ആ രീതിയിലേക്ക് വരാം. ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻമാരായ കെ സുരേഷൻ, ടി രതീശൻ, കൃഷി ഓഫീസർ ശ്രുതിലക്ഷ്മി, സീമ സഹദേവൻ എന്നിവർ സംസാരിച്ചു. ഈ വർഷം മുതൽ തുടങ്ങുന്ന കേരള സൂപ്പർ ലീഗിന്റെ കണ്ണൂരിന്റെ ടീമായ കണ്ണൂർ വാരിയേഴ്സ് FC ലോഗോ ജേഴ്സി പ്രകാശനം നടന്നു. മലബാർ റെസിഡൻസിൽ നടന്ന പ്രകാശനം കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ നിർവഹിച്ചു. കേരളത്തിലെ ഫുട്ബോളിന്റെ മുഖച്ഛായ മാറ്റുന്നതിനോടൊപ്പം കണ്ണൂരിലെ ഫുട്ബോൾ രംഗത്ത് കാതലായ മാറ്റങ്ങൾ വരുത്തുവാൻ ക്ലബ്ബ് പ്രതിജ്ഞാബദ്ധമാണെന്ന് ക്ലബ്ബ് ഉടമകളിൽ ഒരാളായ ഡോക്ടർ MP ഹസൻ കുഞ്ഞി പറഞ്ഞു. Conversation started with Hassan Ka about 8 months back. ഞങ്ങളുടെ വളരെ ഡിയർ ഫ്രണ്ടും കൂടെയാണ്. Like last 15 years we know each other, and when we approached him, so Hassan Ka first Kannur was his actual major concern. So apart from all the good things what he is doing, I think the support what he is given to football is amazing. And Super League Kerala, ഒരു 3 മാസം മുമ്പേ it was just Super League Kerala, but ഇന്ന് ഞങ്ങളുടെ 6 strong pillars ആണുള്ളത്. 6 franchise owners were very, very strong corporate houses from Kerala and Middle East. They have come together to support this cause of football, and Kannur definitely forms the best part of that. And I'm sure Hassan Ka has got, under his leadership, got a lot of plans. And നമ്മുടെ league, we also have an exemption to get 6 foreign players apart from the national players, in which we are also trying to promote a lot of Kerala talents. About 35% of the team is reserved for Kerala players alone. കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലുമുള്ള മികച്ച കളിക്കാർക്ക് അവസരം നൽകുക, യുവതാരങ്ങളെ വളർത്തിയെടുക്കുക, ഒപ്പം വിദേശ താരങ്ങളെ ചേർത്ത് ക്ലബിനൊരു അന്താരാഷ്ട്ര മുഖം നൽകുക എന്നതാണ് ക്ലബിന്റെ ലക്ഷ്യം. ആഗസ്റ്റ് 31 കൊച്ചി ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ വെച്ചാണ് സൂപ്പർ ലീഗ് കേരളയുടെ കളികൾ തുടക്കമാകുക. തിരുവനന്തപുരം കൊമ്പൻസ്, ഫോഴ്സ് കൊച്ചി FC, തൃശൂർ റോർ ഫുട്ബോൾ ക്ലബ്ബ്, മലപ്പുറം ഫുട്ബോൾ ക്ലബ്ബ്, കാലിക്കറ്റ് ഫുട്ബോൾ ക്ലബ്ബ്, കണ്ണൂർ വാരിയേഴ്സ് ഫുട്ബോൾ ക്ലബ്ബ് എന്നിങ്ങനെ 6 ക്ലബ്ബുകൾ നിലവിൽ മത്സരിക്കും. ടീമുകൾ മത്സരിക്കുന്ന ലീഗിൽ ക്വാളിഫയർ റൗണ്ടിൽ 30 മത്സരങ്ങളാണ് നടക്കുക. ക്വാളിഫയറിൽ നിന്നും 4 ടീമുകൾ സെമി ഫൈനലിലും വിജയികൾ ഫൈനലിലും മത്സരിക്കും. ക്ലബ്ബ് ഉടമകളായ ഡോക്ടർ അജിത് ജോയ്, CA മുഹമ്മദ് സാലിഖ്, മിബു ജോസ് നെറ്റിക്കാടൻ, ഡെപ്യൂട്ടി മേയർ P ഇന്ദിര തുടങ്ങിയവരും സംസാരിച്ചു. സമാനതകളില്ലാത്ത ദുരന്തത്തിൽ വിരങ്ങളിച്ചു പോയ നാടിന് ഇപ്പോൾ ആവശ്യം കൈത്താങ്ങാണ്. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേയൊരു കാര്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുക മാത്രമാണ്. നിങ്ങളാൽ കഴിയുന്ന സഹായം നൽകി വയനാടിനെ നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. വയനാടിനായി കൈകോർത്തുകൊണ്ട് ഇത്തവണത്തെ വാരാന്ത്യം പൂർണ്ണമാകുന്നു. നമസ്കാരം.